പുതുവർഷപ്പുലരിയിൽ പ്രതീക്ഷയോടെ കണിയൊരുക്കിയ ആശമാരും വനിതാ CPO ഉദ്യോഗാർത്ഥികളും സർക്കാർ തങ്ങളോട് കാണിക്കുന്ന അവഗണന മാറുമെന്ന പ്രതീക്ഷയിലാണ് അവർ. അതിജീവനത്തിന്റെ പോരാട്ടത്തിലും പുതുവർഷത്തിൽ പ്രതീക്ഷയോടെ കണിയൊരുക്കി ആശമാർ. കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ കഴിയാത്ത വിഷമമുണ്ടെങ്കിലും തങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നതിന് ന്യായമായ വേതനം ലഭിക്കുമെന്ന പ്രത്യാശയോടെയാണ് ആശമാർ കണിയൊരുക്കിയത്. വീട്ടിൽ ഈ പ്രാവശ്യം ആഘോഷമൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും ഇതുപോലെ ചെറുതായിട്ട് ആഘോഷിക്കും. പക്ഷേ എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും 1000 രൂപ കൈനീട്ടം കൊടുക്കാനുള്ള ഭാഗ്യം ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കുഞ്ഞു കൃഷ്ണനെ ഒരുക്കിയും മാധ്യമപ്രവർത്തകർക്ക് വിഷുക്കൈനീട്ടം നൽകിയും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി ആശമാർ നീതി ലഭിക്കും വരെ പോരാടാനുള്ള നീക്കത്തിലാണ്. ഈ സ്ത്രീജനങ്ങളെ തെരുവോരത്തിരുത്തി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടത് ഒരു ഭരണകൂടത്തിന് ഭൂഷണമല്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരു കൃഷ്ണനെയൊക്കെ ഒരുക്കി വീട്ടിലൊക്കെയാണ് അതൊക്കെ ആഘോഷിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് ഞങ്ങൾ ഒരുക്കിയെന്നേ ഉള്ളൂ. ആശമാരുടെ രാപ്പകൽ സമരം 64-ാം ദിവസത്തിലും അനിശ്ചിതകാല നിരാഹാര സമരം 26-ാം ദിവസത്തിലുമാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രം ബാക്കിയുള്ള CPO ഉദ്യോഗാർത്ഥികളും സമരപ്പന്തലിൽ കണിയൊരുക്കി. കാക്കി യൂണിഫോം സ്വപ്നം കണ്ട് കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷ കൈവിടാതെയാണ് വിഷുവിനെ വരവേറ്റത്. എല്ലാവരും വീട്ടിൽ സന്തോഷമായിട്ടിരിക്കുമ്പോൾ നമ്മൾ അത്ര സന്തോഷത്തില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ സന്തോഷമല്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതീകം എന്നുള്ള രീതിയിലാണ് ബ്ലാക്ക് ഡ്രസ്സ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. എങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് പോകുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത്. ആശമാരുടെയും CPO ഉദ്യോഗാർത്ഥികളുടെയും അതിജീവന സമരത്തിന്റെ കണ്ണീരൊപ്പാൻ സർക്കാരിന് കനിവുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.